ഹായ് ഓൾ, എല്ലാവർക്കും സ്മാർട്ട് പ്രിപ്പ് PSCയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ, അതായത് മാറി വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആധുനിക ഇന്ത്യ ചരിത്രം. ഇതിൽ 1ാമത്തെ ചാപ്റ്ററിൽ യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട് പിന്നീട് ഇവിടെ നടന്നിട്ടുള്ള നമ്മുടെ 1857 റിവോൾട്ട് വരെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴാണ് ഇന്ത്യൻ നാഷണലിസവും പിന്നെ ഗാന്ധിജിയെ കുറിച്ചിട്ടും പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് 2ാമത്തെ ചാപ്റ്റർ പറയുന്നത്. ഈ ഒരു 2 ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് ഉള്ള ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വരാം. ഓൾറെഡി ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ 2 ചാപ്റ്റേഴ്സ് ആണ്. ഇത് നന്നായിട്ട് നോക്കാം. അപ്പം നമ്മൾ ആദ്യം 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ നോക്കാൻ പോവാണ്. അധിനിവേശവും ചെറുത്ത് നിൽപ്പും. അപ്പം ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു കപ്പൽ വ്യൂഹത്തെ അയച്ചിട്ടുണ്ടായിരുന്നു ഈ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഇവിടെ കാര്യമായിട്ട് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയ കപ്പലിൽ എത്ര ആൾക്കാർ ഏത് വർഷം പോയി എന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? നമ്മുടെ ബുക്കിന്റെ പേര് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജെയിംസ് ഫച്ചർ എന്നാണ് ഞാൻ വായിക്കുന്നത്. ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പം തൽക്കാലം ജെയിംസ് ഫച്ചർ എന്ന് വായിക്കുകയാണ്. ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ ഒരു പുസ്തകം എന്ത് ചെയ്യണം, നിങ്ങളിവിടെ പഠിച്ച് വെക്കണം. 1600 ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്, വെസ്റ്റ് ഇൻഡീസിലേക്ക് ഈ ഒരു കപ്പൽ വ്യൂഹത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയക്കുന്നത്. അപ്പം ഇത് പറയാനുള്ള കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു കമ്പനിക്ക് പിന്നെ ഈ ഒരു കപ്പൽ വ്യൂഹത്തെ അങ്ങോട്ട് അയച്ചപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന സമുദ്ര പര്യവേഷണങ്ങളും പുതിയ കോളനികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ആണ് ചെയ്തത്. കാരണം അവർക്ക് മനസ്സിലായി ഇതിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്, നല്ല രീതിയിൽ ഇവർക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നീട് അവരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഇവർ സമുദ്രപാത കണ്ടെത്താൻ ശ്രമിച്ചത് എന്നതിനുള്ള റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നോട്ട് എഴുതി ഒന്നും ചെയ്യണ്ട, ക്ലാസ് കാണുക. പിന്നെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പിന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം വായിച്ചാൽ മതി. ഈ ഒരു PDF വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യും, ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ കാരണം നോക്കാം. ഒന്ന്, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. കോൺസ്റ്റാന്റിനോപ്പിൾ കിടക്കുന്നത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും നടുവിലായിട്ടാണ്. അപ്പം ഈ യൂറോപ്പിന് ഏഷ്യയിലേക്ക് കരമാർഗം വരണമെങ്കിൽ എന്ത് ചെയ്യണം, കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ പോകണം. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചെടുത്തോടു കൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സമുദ്രത്തിലൂടെ വന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇത്രയും സഞ്ചരിച്ച്, അതായത് ആഫ്രിക്കയെ ചുറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരല്ല ഫസ്റ്റ് എത്തിയത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് എത്തുന്നത് നോക്കാം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഏത് വർഷമാണ്? 1453 തുർക്കികൾ ഇവിടെ പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പം 1453 എന്ത് ചെയ്യുന്നത്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നത്. ആ വർഷം പഠിക്കുക. പിന്നെ അവിടെ തന്നെ നമുക്കറിയാം 1498 എന്തുണ്ടാവുന്നത്, നമ്മുടെ പോർച്ചുഗീസ് പിന്നെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് കപ്പൽ വ്യൂഹം നമ്മുടെ കേരളത്തിലെ കാപ്പാട് എത്തുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. അപ്പം
വാസ്കോഡ ഗാമ വന്നത് ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിക്കുന്നത്. ഏത് തുറമുഖത്ത് നിന്നാണ്? പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് ആര് യാത്ര ആരംഭിക്കുന്നത്? വാസ്കോഡ ഗാമ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ആഫ്രിക്കയുടെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ആഫ്രിക്കൻ ഭൂഖണ്ഡം പിന്നിട്ടിട്ടാണ് എവിടെ എത്തുന്നത്? നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ നിങ്ങൾ SCERT പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് നിങ്ങളോട് ആൻസർ കണ്ടുപിടിക്കാൻ പറയും കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് തന്നെ പോകണം. കാരണം ഈ ഭാഗം നോക്കി എന്ത് ചെയ്യാറുണ്ട്, PSC ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊടുത്ത ആക്ടിവിറ്റിയിൽ നിന്നും. അപ്പൊ അത് ഞാൻ ആ ഒരു ചാപ്റ്റർ പറയുമ്പോൾ കാണിച്ചു തരാം. വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ് പറഞ്ഞേ? ലിസ്ബൺ ആണ്. ലിസ്ബൺ ആണ്. ഇനി വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം ഏതാണ്? കാപ്പാട് അല്ലെ, കാപ്പാട് ആണ്, കോഴിക്കോട് കാപ്പാട്. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെയാണ്? വൻകര നമുക്കറിയാം അല്ലെ, ആഫ്രിക്കൻ വൻകരയെ ആണ് പിന്നിട്ടിട്ടാണ് എത്തുന്നത്. പിന്നെയോ ഏതാണ് സമുദ്രം? അറ്റ്ലാന്റിക് സമുദ്രവും അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രം. നോക്കിക്കേ, ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രമാണ്, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പൊ ഈ രണ്ട് മഹാസമുദ്രങ്ങളും പിന്നിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? എത്തുന്നത്. ഓക്കെ. ഇനി ഗാമ സഞ്ചരിച്ച കപ്പലുകൾ പഠിക്കണം. കപ്പലുകൾ ചോദിക്കും കേട്ടോ, കപ്പലുകൾ ചോദിക്കും. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. അപ്പം ഗാമ സഞ്ചരിച്ച കപ്പലുകൾ ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ ഈ 3 കപ്പലുകളിലാണ് വരുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. 1498 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ്. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് ഏത് വർഷമായിരുന്നു? നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ, 1453 പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ടും അറബികളും ചൈനക്കാരും ഒക്കെ ആയിട്ട് എന്തുണ്ട്? വ്യാപാര ബന്ധമുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം എന്താന്ന് വെച്ചാല് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ബ്രിട്ടീഷുകാരൊക്കെ പിന്നെയാണ് വരുന്നത്. ഇവിടെ ആദ്യം വരുന്നതും അവസാനം പോകുന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. എക്കാലത്ത് നമ്മുടെ പോർച്ചുഗീസുകാര് കേരളത്തിലോട്ട് എത്തുന്ന സമയത്ത് അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണം എന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പൊ വന്നപ്പോഴേ ഇവര് ഒരു ടെററാണ്, അതായത് ഇവർക്ക് മതി, അല്ല ഞങ്ങളാണ്, ഒരു കുത്തക വേണം എന്നുള്ള ഒരു ലൈനാണ് ആർക്ക്? പോർച്ചുഗീസുകാർക്ക്. അപ്പൊ ഈ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാര് ഇതിന് റെഡി ആയിരുന്നില്ല. അങ്ങനെ അവർ സാമൂതിരിമാരുമായിട്ട് കശപിശയായിട്ട് എങ്ങോട്ട് പോവുകയാണ്? കണ്ണൂരിലെ കോലോത്തിരി രാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടുന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് പോയി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. പോകുന്ന വഴിക്ക് അവരുടെ കപ്പൽ തകരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പോലും 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളായിട്ടാണ് ആരവിടെ എത്തുന്നത്? വാസ്കോഡ ഗാമയും സംഘവും എവിടെ എത്തുന്നത്? പോർച്ചുഗലിൽ എത്തുന്നത്. അതോടുകൂടി രാജാവിന് സന്തോഷമായി. അങ്ങനെ പിന്നീട് എന്താണ് കൂടുതൽ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഓരോ തവണയായിട്ട് എന്ത് ചെയ്യാണ്? പുതിയ സംഘങ്ങൾ വരികയാണ്. ഗാമയുടെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. നിങ്ങൾ ഫസ്റ്റത്തെ തവണ SCERT വായിക്കുന്ന സമയത്ത്, NCERT ആണെങ്കിലും വളരെ ശ്രദ്ധയോടെ വായിക്കണം, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം കേട്ടോ. അപ്പൊ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയിട്ടില്ല. ഓക്കെ. തന്മൂലം സാമൂതിരിയും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരാണ്. 4 പേരാണ് ഉണ്ടായിരുന്നത്. 1, 2, 3, 4. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ 3ഉം 4ഉം ആണ്. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുക, ഈ ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ഏത് കുഞ്ഞാലിയാണ്? അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ വധിച്ചത് ഏത് കുഞ്ഞാലിയാണ് എന്നാണ് സ്ഥിരമായിട്ട് ചോദിക്കുക. അതിൽ ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് 3ാമത്തെ കുഞ്ഞാലിയാണ്. പിന്നീട് പോർച്ചുഗീസുകാർ വധിക്കുന്നത് 4ാമത്തെ കുഞ്ഞാലിയാണ് കേട്ടോ. അപ്പൊ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി
ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അതായത് ഈ ബ്രിട്ടീഷ് സാമൂതിരിമാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഈ കുഞ്ഞാലി മരക്കാർമാരെന്ന് പറയുന്നത് ഇവര് ഭയങ്കര സ്ട്രോങ് ആവുന്നുണ്ട്, ഭയങ്കര അത്യാവശ്യം നല്ല പവർഫുള്ളായി. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് സാമൂതിരിക്ക് കുറച്ച് പേടിയും വരാൻ തുടങ്ങി. അതായത് ഇവരിനി സാമൂതിരിനെ മറിച്ചിടുവോ എന്നുള്ളതായി. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാല് സാമൂതിരിയുടെ ശത്രുക്കളാണ് ആര്, പോർച്ചുഗീസുകാർ. അങ്ങനെ സാമൂതിരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കുഞ്ഞാലി മരക്കാന്മാരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് ടൈപ്പായി. അതായത് സ്ഥിരമായ ശത്രുവില്ല, സ്ഥിരമായ മിത്രമില്ല, ഒരു ഭയാഭയ ബന്ധം സാമൂതിരി ആരുമായിട്ടായി, പോർച്ചുഗീസുകാരുമായിട്ടായി. അങ്ങനെ സാമൂതിരിയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പോർച്ചുഗീസുകാര് ഈ നാലാമത്തെ കുഞ്ഞാലി മരക്കാരനെ എന്ത് ചെയ്യുന്നത്, കീഴ്പ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ആ 3ഉം 4ഉം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ, നല്ല ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മേശ, കസേര, അലമാര, ജനല്, അതുപോലെ തന്നെ പേന, ചാക്ക്, ഇതൊക്കെ നമ്മൾക്ക് പോർച്ചുഗീസുകാരുമായിട്ടുള്ള സഹവാസം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ വേറെ എന്തൊക്കെയാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കശുമാവ്, പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ നമുക്ക് പരിചയപ്പെടുത്തി. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. പോർച്ചുഗലിലെ മാനുവൽ രാജാവിനോടുള്ള ആ ആദര സൂചകമായിട്ടാണ് മാനുവൽ കോട്ട എന്ന് പേരിട്ടത്. അപ്പൊ അത് എവിടെയാണ് സ്ഥാപിക്കുന്നത്? കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. ഇവിടെ ഓരോ നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സെന്റൻസുകൾ വായിക്കുന്ന സമയത്തും അതെങ്ങനെ ചോദ്യമായിട്ട് വരാമെന്നും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ വായിക്കാൻ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു പോവല്ല വേണ്ടത്. അപ്പൊ ഇവിടെ എന്തൊക്കെ ചോദ്യങ്ങളുണ്ട്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. ഇനി മാനുവൽ കോട്ട നിർമ്മിച്ച യൂറോപ്യന്മാരാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഇനി മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. ഇത് നന്നായിട്ട് പഠിക്കണം. കാരണം പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, ഫ്രഞ്ചുകാരുടെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, ഡച്ചുകാരുടെ ഏതൊക്കെയാണെന്നൊക്കെ ആധിപത്യ മേഖലകൾ ചോദിക്കും. അപ്പൊ ഇത് പഠിക്കണം. കൊച്ചി, ഗോവ, ദാമൻ, ദിയു, ഈ 4 പ്രദേശങ്ങളാണ് ആരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്നത്? പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്നത്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട എവിടെയാ സ്ഥാപിച്ചത്? കൊച്ചിയിൽ സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? പോർച്ചുഗീസുകാര് സ്ഥാപിച്ചു. അതുപോലെ ഇവരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ആദ്യം പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയായിരുന്നു. പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഗോവയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ദാമൻ, ദിയു. ഓക്കെ, ഇനി നമ്മൾ ഡച്ചുകാരെ കുറിച്ച് പറയാൻ പോവാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ എന്ന് പറയുന്നത് ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, അല്ലെങ്കിൽ നെതർലൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡച്ചുകാർ എന്ന് വിളിക്കുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പൊ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയാണ്? നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു നോക്കി പോയി കഴിഞ്ഞാൽ അതൊരു റിവിഷൻ ആവും. നമുക്ക് ആ കൺഫ്യൂഷൻ ഇങ്ങനെ മാറ്റി മാറ്റി പഠിച്ചു പോവാം. പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഡച്ചുകാരുടെ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഓക്കെ, ഇനി കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ ഡച്ചുകാർ മെയിനായി, ഡച്ചുകാരെ സൈഡാക്കും, വരും. 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഡച്ചുകാർക്ക് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആധിപത്യം നഷ്ടമാകുന്നത്. അപ്പൊ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധമാണ് എന്ത്? 1741 മാർത്താണ്ഡവർമ്മയുമായിട്ട് നടന്ന കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടക്കുന്നത് കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ചിട്ടാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട്
പരാജയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് കുളച്ചിൽ യുദ്ധം. അപ്പൊ കുളച്ചിൽ യുദ്ധം ഏത് വർഷമാണ് നടന്നിട്ടുള്ളത്? 1741. ആരൊക്കെ തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടന്നിട്ടുള്ളത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് നടന്നിട്ടുള്ളത്. എവിടെയാണ് നടന്നിട്ടുള്ളത്? കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചിലിൽ വെച്ച്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു. അതുപോലെ തന്നെ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധം ഏതാന്ന് വെച്ചാൽ ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, ഇനി ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ്. നിങ്ങൾക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിനെ സഹായിച്ച കുറച്ച് ഇന്ത്യക്കാരുണ്ട്, അത് പറയാം. അപ്പം ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് അല്ലെങ്കിൽ ആരുടെ സംഭാവനയാണെന്ന് വെച്ചാൽ ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച്. ആരാണ് തയ്യാറാക്കിയത്? ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ്. ഇനി ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇതൊക്കെ PSCയുടെ ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പൊക്കെ എത്രയോ തവണ ചോദിച്ചതാണ്. ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു. അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാൽ നമ്മളൊന്ന് വായിച്ചു പോയി. ആലപ്പുഴ ജില്ലയിലാണ്, ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ്. അപ്പം ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ് അദ്ദേഹത്തെ സഹായിച്ചത്. അതുകൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും എന്തിന്റെ രചനയില്? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയില് ഹെൻറിക് വാൻഡ്രീഡിനെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ ആണ്. ദാ നോക്കിക്കേ, ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്? 742 ഔഷധ സസ്യങ്ങൾ. തയ്യാറാക്കിയത് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡ്. അദ്ദേഹത്തെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. അതുപോലെ മറ്റു 3 പേരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇത് മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിൽ ഉള്ള അതിൽ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഏത് സസ്യമാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞത് നമ്മളോട്. ഇത് പനയല്ലേ? അതെ, പനയാണ്. അപ്പൊ ആദ്യം പോർച്ചുഗീസുകാർ വന്നു, അത് കഴിഞ്ഞ് ഡച്ചുകാർ വന്നു, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു, അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ വന്നത്. പക്ഷെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്രം നമുക്ക് കുറെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഡച്ചുകാർ കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഫ്രഞ്ചുകാർക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അതിലവസാനം ഫ്രഞ്ചുകാരാണ് പരാജയപ്പെടുന്നത്. അതോടുകൂടി അവരുടെ ആധിപത്യം വളരെ കുറച്ച് പ്രദേശങ്ങളിലായിട്ട് ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, അതായത് ഇംഗ്ലീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണ് നടന്നത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. എവിടുത്തെ ആധിപത്യത്തിന് വേണ്ടിയിട്ട്? ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടിയിട്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ദക്ഷിണേന്ത്യ, അതാണ് പറഞ്ഞത്. ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കാം. ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. അപ്പൊ ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടേക്കാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ,
മാഹി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു മാപ്പിൽ ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ആധിപത്യ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പോർച്ചുഗീസുകാരുടേത് നമുക്കറിയാം അല്ലെ, കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഇനി ഡച്ചുകാരുടേത് ഏതൊക്കെയാണ്? നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. പിന്നെയോ ഫ്രഞ്ചുകാരുടേതാണ് യാനം, പോണ്ടിച്ചേരി, കാരക്കൽ, അല്ലെ, മാഹി. ഇത്രയുമാണ്. അപ്പൊ ഞാൻ ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിള് എപ്പോഴും റിവൈസ് ചെയ്ത് നോക്കുക. അപ്പം ഇത് എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്? 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ആരൊക്കെ തമ്മിൽ? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ. അവസാനം ആരാണ് ജയിച്ചത് കർണാട്ടിക് യുദ്ധങ്ങളിൽ? ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. ഓക്കെ, ഇനിയാണ് മെയിൻ സാധനം ആരംഭിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നതിനെ കുറിച്ചിട്ടും അവർക്കെതിരെ നടന്നിട്ടുള്ള കലാപങ്ങളും ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കാരണം അവർ ആദ്യമായിട്ട് വെസ്റ്റ് ഇൻഡീസിലേക്ക് കപ്പൽ വ്യൂഹത്തെ അയച്ച കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ആരംഭിച്ചത്? 1600. എന്തിനു വേണ്ടിയിട്ട്? ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, ആരാണ്? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് അനുമതി തേടി. എന്തിന്? ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗുജറാത്തിലെ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ്. ആരാണ്? ജഹാംഗീർ ആണ്. ജഹാംഗീർ കഴിഞ്ഞിട്ട് ഷാജഹാൻ വരുന്നുണ്ട്. ഷാജഹാൻ കഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? നമ്മുടെ ഔറംഗസീബ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജഹാംഗീറിൽ നിന്നാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എവിടെ? ഗുജറാത്തിലെ സൂററ്റിലെ കച്ചവട താവളം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നേടുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ഗുജറാത്തിലെ സൂററ്റിലാണ്. ഓക്കെ, തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അങ്ങനെയാണ് മദ്രാസ്, ചെന്നൈ, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. അപ്പൊ അതിനു മുമ്പ്, അതായത് പ്ലാസി യുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ, നമ്മൾ അധികം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്, ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പൊ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ആരാണ്? ദമർല വെങ്കടാദ്രി നായക. 1639. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറീനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരം ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഇത് ചോദിക്കും. അതായത് ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണ് എന്ത്? ഇന്ത്യയിലെ ബോംബെ. നമ്മുടെ രാജ്യത്ത് സ്ഥലം എടുത്തിട്ട് സ്ത്രീധനം കൊടുത്തിരിക്കുന്നു അല്ലേ? അതെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നു. 1698 സുതനദി, കലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണേത്? വില്യം കോട്ട എന്ന് പറയുന്നത്. ക്രമേണ ഈ പ്രദേശം ഒരു പട്ടണമായി മാറി. പിന്നീട് അത് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് കൊച്ചിയിലാണ്. ആരാ ഉണ്ടാക്കിയത്? പോർച്ചുഗീസുകാരാണ്. വില്യം കോട്ട നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലാസി യുദ്ധത്തിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഈ പ്ലാസി യുദ്ധം മുതലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച് തുടങ്ങുന്നത്. മെയിൻ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ചരിത്രം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്ന യുദ്ധം ഏതാണ്? 1757 പ്ലാസി യുദ്ധം.
ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗല, ബംഗാളിലെ നവാബ് ആരായിരുന്നു? സിറാജുദ്ദൗലയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തി. അങ്ങനെ ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. അപ്പം പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757. ആരൊക്കെയാണ്? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പം സിറാജുദ്ദൗലയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ഏത് യുദ്ധത്തിലൂടെയാണ്? പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നത് കൂടുതലാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനത് കുറയ്ക്കാം. ഞാൻ വീണ്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റത്തെ മറന്നു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് റിപ്പീറ്റേഷൻ കുറയ്ക്കാം. ഓക്കെ, 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി എന്നതാണ്. അപ്പം ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുന്നത് അവരുടെ ഒരു സൈനികാധിപത്യം കൊണ്ട് മാത്രമല്ല. കാരണം ഈ ആ സമയത്ത് നവാബായിരുന്ന സിറാജു ദൗലയുടെ ബന്ധുവായിട്ടുള്ള മിർജാഫർ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? റോബർട്ട് ക്ലൈവിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സിറാജുദ്ദൗലയെ റോബർട്ട് ക്ലൈവ് കീഴ്പ്പെടുത്തുന്നത്. അപ്പം അവരെന്ത് ചെയ്യുന്നു? അതിനുള്ള പ്രത്യുപകാരമായിട്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുന്നു? മിർജാഫറിനെ നവാബാക്കാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും മിർജാഫറിന് റോബർട്ട് ക്ലൈവ് പറയുന്ന പോലെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ മിർജാഫറിനെ മാറ്റിയിട്ട് മിർകാസിമിന് എന്ത് ചെയ്തു? നവാബാക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും മിർജാഫറിന് ദേഷ്യം വരുമല്ലോ, വരും. അങ്ങനെ മിർജാഫർ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മിർകാസിമിനും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിർകാസിമിനെ മാറ്റിയിട്ട് വീണ്ടും പഴയ മിർജാഫറിനെ തന്നെ എന്ത് ചെയ്യുന്നു? നവാബാക്കുന്നു. അപ്പൊ അതോടുകൂടി സ്വാഭാവികമായിട്ടും മിർകാസിമിന് ദേഷ്യം വരികയാണ്. അങ്ങനെ മിർകാസിം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമനും ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗലയുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ സംയുക്ത സൈന്യം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ബക്സർ യുദ്ധം എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഈ പറയുന്ന ഈ സംയുക്ത സൈന്യമാണ് പോരാടുന്നത്. ആരൊക്കെ? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷുജാഉദ് ദൗല, ബംഗാളിലെ നവാബായിരുന്ന മിർകാസിം. ഇവർ 3 പേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ സംയുക്ത സൈന്യത്തെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാര് പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1757 എന്ത്? പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 1764 എന്ത് സംഭവിക്കുന്നത്? ബക്സാർ യുദ്ധം നടക്കുന്നത്. അപ്പൊ ബക്സാർ യുദ്ധത്തിലെ സംയുക്ത സൈന്യത്തിൽ ആരൊക്കെയാണുള്ളത്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷുജാഉദ് ദൗല, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നത്. അപ്പം ഈ ഒരു ബക്സാർ യുദ്ധത്തിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശമാണ് കമ്പനിക്ക് കിട്ടിയത്? ബീഹാർ, ബംഗാള്, ഒറീസ. ഏതൊക്കെയാണ്? ബീഹാർ, ബംഗാള്, ഒറീസ. ഓക്കെ, ഇനി റോബർട്ട് ക്ലൈവ് പറയുന്ന ഒരു കോട്ട് ഉണ്ട് ഇവിടെ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഭയങ്കര അനൈക്യമുണ്ട്. അതായത് ഇവിടെ എന്ന് പറയുന്നത് തമ്മിൽ എല്ലാ ചെറിയ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചെടുക്കുകയാണ്. എല്ലാവരും തമ്മിൽ ഫുള്ള് പ്രശ്നം. അപ്പൊ ഇവിടെ ഒന്ന് കാര്യമായിട്ട് കോലിട്ടിളക്കി കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ അടുപ്പിച്ച് എന്ത് ചെയ്യാം? ഇവർക്ക് ആധിപത്യം നേടാൻ അദ്ദേഹത്തിന് മനസ്സിലായി. അതുപോലെ നമ്മുടെ സൈനിക ശക്തിക്കുള്ള ദൗർബല്യങ്ങളും ഇവർക്ക് മനസ്സിലായി. കുറച്ച് ബ്രിട്ടീഷുകാരുടെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ അവർക്ക് ഉണ്ടായിരുന്നു. ഇനി നാട്ടുരാജ്യങ്ങളും കമ്പനിയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവർ മെല്ലെ ഓരോ പ്രദേശങ്ങളും കീഴടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്
ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. 4 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയുള്ളത്? ഹൈദരലിയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താനുമാണ് പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. 4 തവണയാണ് കമ്പനിയുടെ സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. പക്ഷെ ഹൈദരാലിന്റെ മരണം അത് നോക്കണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് 1799 എന്ത് 4ാം മൈസൂർ യുദ്ധം നടക്കുന്നത്. 4ാം മൈസൂർ യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്? കമ്പനിയുടെ സൈന്യം ടിപ്പു സുൽത്താനെ വധിക്കുന്നു. അതോടുകൂടി മൈസൂർ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നു. അപ്പൊ 4ാം മൈസൂർ യുദ്ധം എപ്പോഴാണ്? 1799. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെയാണ് മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാവുന്നത്. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ സിഖ് യുദ്ധം. ആംഗ്ലോ സിഖ് യുദ്ധത്തോടെയാണ് പഞ്ചാബ് ബ്രിട്ടീഷിന് കിട്ടുന്നത്. അപ്പൊ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് ഏത് യുദ്ധത്തോടു കൂടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗ്ലോ സിഖ് യുദ്ധത്തോടു കൂടിയാണ്. അപ്പം ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എത്ര എണ്ണം നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ യുദ്ധം നോക്കിക്കഴിഞ്ഞാൽ 4 തവണയാണ് നടന്നിട്ടുള്ളത്. അപ്പം കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതാണ് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? 1 കച്ചവടം, 2 ഈ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുക, എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യുക? നികുതി പിരിവ് നടത്തുക. പിന്നെ യുദ്ധങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ഓരോ പ്രദേശങ്ങളും കീഴ്പ്പെടുത്തുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കുറച്ച് നികുതി നയങ്ങളുണ്ട്. ഓരോന്ന് നടപ്പിലാക്കും. അപ്പൊ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ നടപ്പിലാക്കും. അതുപോലെ ഓരോ പ്രദേശങ്ങളിലും ഓരോന്നാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് നമുക്ക് പരിചയമുള്ളതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അതിന്റെ വർഷവും ആരാണ് കൊണ്ടുവന്നത് എന്നൊക്കെ. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്ന പ്രദേശങ്ങളും ഏതൊക്കെ തന്നെയാണ്? ഈ ബംഗാളും ബീഹാറും ഒറീസയാണ്. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് എപ്പോഴാണ്? 1793 എവിടെയൊക്കെയാണ് നടപ്പിലാക്കുന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഈ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇനി നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? കോൺവാലീസ് പ്രഭുവാണ്. കോൺവാലീസ് പ്രഭുവാണ് ഈ പറഞ്ഞ പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത്. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇവിടെ ആർക്കാണ് ഈ നികുതി, ആരിൽ നിന്നാണ് നികുതി പിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സവിശേഷത എന്ന് പറയുന്നത്? ഭൂമി ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഇവിടെ സവിശേഷത വരുന്നത്. ഭൂവുടമകളായിരുന്ന ജമീന്ദർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകൻ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അപ്പൊ അതായത് ഭൂമിയുടെ പിന്നെ ഉടമസ്ഥത ആരുടെ അണ്ടറിലാണ് വരുന്നത്? ഇവിടെ ജമീന്ദാർമാരുടെ അണ്ടറിലാണ് വരുന്നത്. ജമീന്ദാർമാർ എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കും. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. ഇതാണ് എന്ത്? പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റയട്ട്വാരി സമ്പ്രദായം. 1820 ഇത് ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമാണ് നടപ്പിലാക്കുന്നത്. ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും. ആരൊക്കെയാണ്? തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് ആണ്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് റയട്ട്വാരിയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പെർമനന്റ് സെറ്റിൽമെന്റ് പ്രത്യേകത അവിടെ എന്താ? ഭൂമിയുടെ ഉടമസ്ഥർ അവിടെ ജമീന്ദർമാരെയാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കുന്നത്. എന്നാൽ റയട്ട്വാരി സമ്പ്രദായത്തിൽ എത്തുമ്പോഴേക്കും കർഷകരെ എന്ത് ചെയ്യുന്നു? ഭൂവുടമകളായിട്ട് പരിഗണിക്കുന്നു. അതായത് ഈ ഇടനിലക്കാരായ ജമീന്ദാർമാർ ഇവിടെ എന്ന് പറയുന്നത്, അതായത് ഈ ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലും നടപ്പിലാക്കിയിട്ടുള്ള റയട്ട്വാരി സമ്പ്രദായത്തില് കർഷകരെ എന്ത് ചെയ്യാണ്? ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് പരിഗണിക്കുകയും അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നേരിട്ട് നമ്മുടെ നികുതി പിടിച്ചെടുക്കുന്നത്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അടുത്തതാണ് മഹൽവാരി സമ്പ്രദായം. 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഇവിടെ ആ മഹൽ എന്നുള്ളതിൽ തന്നെ കിട്ടും. ഇവിടെ കർഷകരും ജമീന്ദർമാരും അല്ല, ഗ്രാമത്തെ ഒരു മൊത്തം യൂണിറ്റ് ആയിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഹോൾട്ട് മക്കൻസി ആണ് മഹൽവാരി സമ്പ്രദായം കൊണ്ടുവരുന്നത്. ഓക്കെ, ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയി കണക്കാക്കി നികുതി പിരിക്കുന്നു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് ഏതാ വർഷം? 1793 കോൺവാലിസ് പ്രഭുവാണ് അല്ലെ. അതുപോലെ
കോൺവാലിസ് പ്രഭു ഇവിടെ ജമീന്ദർമാരാണ് എന്ത് ചെയ്യുന്നത്, ജമീന്ദർമാരുടെ കയ്യിൽ നിന്നാണ് നികുതി പിടിച്ചെടുക്കുന്നത്. റൈറ്റ് വാലി സമ്പ്രദായം എന്ന് പറയുമ്പോൾ 1820 തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും ആണ് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സിസ്റ്റം. ഏതാണ്? റൈറ്റ് വാലി സമ്പ്രദായമാണ്. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായം ഏതാണ്? മഹൽവാരി സമ്പ്രദായം. ആരാണ് വ്യക്തി? ഹോൾട്ട് മെക്കൻസി ആണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കർഷകർ എന്ത് ചെയ്തു? ഈ പണമിടപാടുകാരിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി നിർബന്ധിതരായി. അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് വെച്ചാൽ നികുതി ഭാരവും കിടക്കുന്നു, അതിന്റെ കൂടെ കർഷകർ കടക്കണിയിലും കൂടെ ആവുന്നു. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം ഇടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. കാരണം മിക്കപ്പോഴും ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞ നികുതി കൊടുക്കാൻ, അല്ലെങ്കിൽ ജമീന്ദാർമാർക്ക് നികുതി കൊടുക്കാൻ ആർക്ക് പറ്റില്ല? കർഷകർക്ക് പറ്റില്ല. ചിലപ്പോൾ എന്ന് വെച്ചാൽ വിളനാശം വരും, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം വരും, അല്ലെങ്കിൽ വിചാരിച്ച പോലെ വിളവ് ഉണ്ടാവില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യണം? നികുതി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അതിനെ മറികടക്കാൻ ഈ പണമിടപാടുകളിൽ നിന്ന് പൈസ മേടിക്കും. അവസാനം അതും തിരിച്ചടക്കാൻ കഴിയില്ല. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? കർഷകർ അത്രയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ കർഷകരുടെ കാര്യം ഇത്രയും ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1857 റിവോൾട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കുക. അപ്പൊ ആ 1857 റിവോൾട്ടിലേക്ക് പിന്നെ നമുക്കറിയാം കർഷകർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ രാജാക്കന്മാര് പങ്കെടുക്കുന്നുണ്ട്, പിന്നെ ഓരോ സൈനിക തലവന്മാര്, ഇങ്ങനെ ഒരു പിന്നെ നമ്മള് പട്ടാളം നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത് ശിപ്പായിമാര്. അപ്പം ഈ പറഞ്ഞ ഓരോ ആൾക്കാരും എന്തുകൊണ്ടാണ് ഈ 1857 റിവോൾട്ടിലേക്ക് പങ്കെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അവരെ ഈ ഒരു റിവോൾട്ടിലേക്ക്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള റിവോൾട്ടിലേക്ക് എത്തിക്കുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പൊ നമ്മൾ കർഷകരുടെ കാര്യം പറയും, പിന്നെ ഗോത്രവർഗ്ഗങ്ങളുടെ കാര്യം പറയും, ഈ പറയുന്ന സൈനികരുടെ കാര്യങ്ങൾ പറയും, രാജാക്കന്മാരുടെ കാര്യങ്ങൾ പറയും. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ എങ്ങനെയെല്ലാം കർഷകരെ ബാധിച്ചു നോക്കാം. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെപ്പോൾ തന്നെ എഫക്ട് ചെയ്ത ആൾക്കാരാണ് കൈത്തൊഴിലുകാർ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. ഇവയുമായിട്ട് മത്സരം മൂലം എന്ത് ചെയ്തു? കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങൾക്ക് പരുത്തി, പട്ട്, കമ്പിളി, വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. അങ്ങനെ അവരാകെ കഷ്ടത്തിലായി. ഇത് കൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ രാജാക്കന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു രാജഭരണം ഇല്ലാതാവുന്നതും ഈ പറയുന്ന കൈത്തൊഴിലുകാരെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, ഗോത്ര കലാപങ്ങളിലേക്കൊക്കെ നമ്മൾ ഇനി വരാൻ പോവാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. അത്തരത്തിലുള്ള കുറച്ച് കലാപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സന്യാസി കലാപത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സന്യാസി ഫക്കീർ കലാപം എന്ന് പറയാറുണ്ട്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ആനന്ദമഠം എന്ന കൃതി വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആനന്ദമഠം. കാരണം നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ആനന്ദമഠം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പം ഈ ബംഗാളിലാണ് ഈ പറയുന്ന പിന്നെ സന്യാസി ഫക്കീർ കലാപം നടക്കുന്നത്. ഈ കലാപത്തെ പ്രമേയമാക്കിയിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിക്കുന്നത്. അപ്പൊ ആ നോവലിൽ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ബാക്കി പറയാം. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഭാവനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേമാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാ ഇവിടെ? ആനന്ദമഠം എന്ന നോവൽ ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് അല്ലെ. അതുപോലെ ആരാ രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏത് വർഷം രചിച്ചു? 1882 രചിച്ചു അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഏത് കഥാപാത്രം പിന്നെ ആലപിക്കുന്നതായിട്ടാണ് ഈ ഒരു ഗാനം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനന്ദൻ എന്ന കഥാപാത്രം.
ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ അണിചേർന്നു. അതുകൊണ്ടാണ് ഈ കലാപത്തെ എന്തെന്ന് വിളിക്കുന്നത്? സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നത്. ഇനി സന്യാസി ഫക്കീർ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാന നേതാക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഭവാനി പതക്, മജ്നുഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഭവാനി പതക്കും മജ്നുഷയും. ആരൊക്കെയാണ്? ഭവാനി പതക്, മജ്നുഷ. ഭവാനി പതക്, മജ്നുഷ. അപ്പൊ നമുക്ക് ഭാവനന്ദൻ ഉണ്ട്, ആനന്ദമഠം. ഇപ്പൊ നമ്മൾ ഈ ഒരു സന്യാസി ഫക്കീർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന പേരുകളാണ് ആനന്ദമഠം അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഭാവനന്ദൻ, അതുപോലെ ഭവാനി പതക്കും മജ്നുഷയും. ഇനി കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമാണ് ബംഗാളിലെ നീലം കർഷക കലാപം 859. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രധാനമായിട്ടൊരു നാടകം പഠിക്കാനുണ്ട്. ആ നാടകമാണ് നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അപ്പം 1860 ദീനബന്ധു മിത്ര നീൽ ദർപ്പൺ രചിച്ചത്. അപ്പം ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്തിനെ ആസ്പദമാക്കിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് രചിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു കലാപത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബംഗാളിലെ നീലം കർഷക കലാപം നടക്കുന്ന വർഷം ഏതാണ്? 1859 ആണ്. ഏതാണ്? 1859 ആണ്. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ വേണ്ടി കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അതായത് നല്ലപോലെ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൃഷി ചെയ്ത് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും അവനവന്റെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കർഷകർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള നീലം കിട്ടാൻ വേണ്ടിയിട്ട് അമരിച്ചെടി കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. അതുകൂടാതെ ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഇത് വിൽക്കാനും പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതായത് സാധാരണ കമ്പോളത്തിൽ കിട്ടുന്ന വിലയേക്കാൾ കുറവാണ് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഇത് വിൽക്കാനും പറ്റുള്ളൂ. അതുകൂടാതെ ബ്രിട്ടനിൽ കൃത്രിമ ചായം കണ്ടുപിടിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഇത് ആവശ്യമില്ലാതാവുകയും ചെയ്തു. അങ്ങനെ അവസാനം ഇത് കർഷകരെ കൊടും ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നീലം കർഷക കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ദിഗംബർ വിശ്വാസും അതുപോലെ തന്നെ വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു. അപ്പം ബംഗാളിലെ നീലം കർഷക കലാപം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ്? ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. അപ്പൊ നമ്മുടെ നീലം കർഷക കലാപത്തിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണ്? ഭവാനി പതക്കും മജ്നുഷയുമാണ്. ഭവാനി പതക്കും മജ്നുഷയുമാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. നീലം കർഷക കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് വിഷ്ണു വിശ്വാസും ദിഗംബർ വിശ്വാസും ആണ്. ഓക്കെ, ഇനി സന്താൾ ഗോത്ര കലാപത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിപിൻ ചന്ദ്ര രചിച്ച പുസ്തകമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. അതിൽ ഈ സന്താൾ കലാപത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ, ഇത് പഠിക്കണം. എവിടെയാണ് സന്താൾ കലാപം അല്ലെങ്കിൽ സന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചിരുന്നത്? എവിടെയാണ്? രാജ്മഹൽ കുന്നുകളാണ്. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ആര്? സന്താളുകൾ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി
1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് സിദ്ദോവിനെയും കൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പം സന്താൾ കലാപം നടക്കുന്ന വർഷം 1855 രാജ്മഹൽ കുന്നുകളിലാണ് സന്താളുകൾ ജീവിച്ചിരുന്നത്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ്? സിദ്ദോവും കൻഹും. അവരെന്തായിരുന്നു? ബ്രിട്ടീഷുകാര് പിടികൂടി വധിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് ഉൽഗുലാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ മുണ്ട കലാപം. ഉൽഗുലാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ മുണ്ട കലാപം, അതിന്റെ അർത്ഥം എന്താണ്? റിപ്പീറ്റ്. സന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനങ്ങളുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ശതകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ മുണ്ട കലാപം എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നതാണ്. മിക്കവാറും അടുത്ത എക്സാമുകളിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഉൽഗുലാൻ മൂവ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മുണ്ട ഗോത്ര വിഭാഗത്തിന്റെ കലാപമാണ് ഉൽഗുലാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബിർസ മുണ്ട എന്ന് പറയുന്നത്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ, ഇതും ചോദിക്കൂട്ടോ, ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു. എപ്പോ തൊട്ട് ആചരിക്കാൻ തുടങ്ങിയത്? 2021 മുതൽ. അപ്പൊ ബിർസ മുണ്ടയുടെ ജന്മദിനം എന്നാണ് നവംബർ 15. ഇത് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് അല്ലെങ്കിൽ ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആര്? ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള പോയിന്റുകൾ ഈ ചാപ്റ്ററിൽ, ഈ 2 ചാപ്റ്ററിലും ഉണ്ട്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന കൃതി രചിച്ചത് ആരാണ്? ഇക്ബാൽ ദുറാനിയാണ്. ആരെ കുറിച്ചിട്ടുള്ളതാണിത്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ചിട്ടുള്ള പുസ്തകമാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ഇനി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേശ്വത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. എന്നാണ്? ആരണ്യർ അധികാർ എന്ന കൃതി രചിച്ചത് ആരാണ്? മഹേശ്വത ദേവിയാണ്. ആരെ കുറിച്ചിട്ടാണ്? ബിർസ മുണ്ടയെ കുറിച്ചിട്ടുള്ള കൃതിയാണ്. ഇനി ഈ പറഞ്ഞ ഉൽഗുലാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ മുണ്ട കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഏതാ വർഷം? 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. അപ്പൊ മുണ്ട ഗോത്ര ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിക്കുന്ന വർഷം ഏതാണ്? 1899. അപ്പൊ മുണ്ട ഗോത്ര വിഭാഗത്തെ കാണാൻ പറ്റുന്നത് നമുക്ക് എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ്. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ബിർസ മുണ്ട തടവിലാക്കപ്പെട്ടു, അവിടെ വെച്ച് മരണപ്പെട്ടു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കുർച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ്. അപ്പൊ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിലും നിങ്ങൾ ഏതൊക്കെയാന്ന് പഠിച്ചു വെക്കണം. ഇപ്പം ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. കുർച്യ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, കാസി കലാപം ഒക്കെ എന്താണ്? ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. അപ്പൊ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരാണ് പോളിഗാർമാർ എന്ന് പറയുന്നത്. പോളിഗാർ എന്ന വാക്കിന്റെ അർത്ഥം പാളയം അല്ലെങ്കിൽ സൈനിക താവളം എന്നാണ്. എന്താണ്? പാളയം അല്ലെങ്കിൽ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിഞ്ചിയിലെ പോളിഗറാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടുത്തെ പോളിഗറാണ്? തിരുനെൽവേലിയിലെ
പാഞ്ചാലം കുറിച്ചിയിലെ. ഇനി ശിവഗംഗയിലെ പോളിഗർമാരായിരുന്നു മരുത് പാണ്ഡ്യ സഹോദരന്മാരൊക്കെയാണ്. മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്ന് ഈ ബ്രിട്ടീഷുകാരെ അമിതമായിട്ട് നികുതിയൊക്കെ പിരിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ പോളിഗർമാർ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ നിഷേധത്തിന് ഇറങ്ങുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിഞ്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ എന്ത് ചെയ്യില്ല, കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. ഇനിയാണ് ആറ്റിങ്ങൽ കലാപം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് പറയാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സൈനിക കലാപം എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പം 1857 റിവോൾട്ട് എന്നൊക്കെ ആലോചിച്ചു പോകും. അല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള വെല്ലൂർ കലാപമാണ് കേട്ടോ. വെല്ലൂർ കലാപമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ഈ പറഞ്ഞ വെല്ലൂർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും പിന്നീട് തുടർന്നുണ്ടായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് ഈ പറഞ്ഞ വെല്ലൂർ കലാപം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്. 1806 എന്ത് വെല്ലൂർ കലാപം ഉണ്ടാവുന്നത്. അടുത്തതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവെക്കാതെ സൈന്യ തലവനായിരുന്ന ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാൻ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായിട്ടുള്ളത്. അവസാനം എന്ത് ചെയ്തു? ഈ സംഘത്തെ വർഗവർണ്ണ ജാതി മതവ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഏത് റാണിക്ക് സമ്മാനങ്ങളുമായിട്ട് പോകുന്ന ബ്രിട്ടീഷ് സൈന്യത്തെയാണ് നാട്ടുകാർ ആക്രമിച്ചത്? ആറ്റിങ്ങൽ റാണിക്ക്. പിന്നെ അതുപോലെ വർഷം ഏതാണ്? 1721. പിന്നെ ഈ സൈന്യ തലവൻ ആരായിരുന്നു? ഗിഫോർഡ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എത്ര ബ്രിട്ടീഷുകാരുടെ സംഘമാണ്? 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ആദ്യകാല സംഘടിത കലാപമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അടുത്തത് സ്ത്രീ മുന്നേറ്റം നോക്കാം. കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കായ്മ അംഗീകരിച്ച കർണാടകത്തിലെ രാജ്യമാണ് കിട്ടൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാര് മറാത്തയെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ മറാത്ത പ്രദേശം ഉറപ്പായിട്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അതിനൊപ്പം തന്നെ ഈ മറാത്തയുടെ മേൽക്കായ്മ അംഗീകരിച്ചിട്ടുള്ള കിട്ടൂരും എന്തായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പൊ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ശിവലിംഗ രുദ്ര ദേശായിയുടെ മരണശേഷം ഈ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന കിട്ടൂർ ചെന്നമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയാണ്. നമുക്കറിയാം ഡൽഹൌസി പ്രഭു എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്? ദത്താവകാശ നിരോധന നിയമമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതില് പ്രശ്നമായിട്ട് ഈ പറയുന്ന ചെന്നമ്മ, ഈ കിട്ടൂർ ചെന്നമ്മ എന്ത് ചെയ്യുന്നില്ല? കമ്പനിക്ക് കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവെയാണ് റാണി ചെന്നമ്മ മരണപ്പെടുന്നത്. ഓക്കെ.
ഇപ്പൊ ഇവിടെ ഒരു പിന്നെ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ അത് ഓരോന്നും എഴുതാൻ. ഇപ്പൊ കാർഷിക കലാപങ്ങളാണ് സന്നി ഫക്കീർ കലാപം, അതുപോലെ തന്നെ നീലം കലാപം നമുക്കറിയാം അല്ലെ. അതുപോലെ സന്താൾ കലാപം, പിന്നെ മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽഗുലാൻ മൂവ്മെന്റ് ഒക്കെ എന്താണ്, ഗോത്ര കലാപങ്ങളാണ് അല്ലെ. പോളിഗർ കലാപം എന്ന് പറയുമ്പോൾ അതായത് സൈനികർ നടത്തിയിട്ടുള്ള കലാപമാണ്. കിട്ടൂർ കലാപം എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ത്രീ മുന്നേറ്റം പറയാം. പിന്നെ ജനകീയ കലാപമാണ് നമുക്ക് 1857 റിവോൾട്ട് പറയാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, അതുപോലെ ബ്രിട്ടീഷുകാരെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന 1857 റിവോൾട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1857 റിവോൾട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്തിനാണ് കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നീലം കലാപമാണെന്നുണ്ടെങ്കിലും ഉൽഗുലാൻ മൂവ്മെന്റ് ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, ഓരോരോ പ്രദേശങ്ങളിലും വല്ല ഒതുങ്ങി നിൽക്കുന്ന കലാപമാണ്. അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ പങ്കെടുത്തിട്ടും ഇല്ല. ഈ പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തിയതും നമ്മൾ കണ്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമാണ് 1857 റിവോൾട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പല വിഭാഗം ജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് 1857 റിവോൾട്ടിനെ വിശേഷിപ്പിക്കുന്നത്. സാധാരണക്കാരുണ്ട്, കർഷകര്, കഴുത്തൊഴിലുകാരുണ്ട്, നാട്ടുരാജാക്കന്മാര്, സൈനികര്, ഭൂപ്രഭുക്കന്മാര്, അതായത് ബ്രിട്ടീഷുകാരെ കൊണ്ട് പൊറുതിമുട്ടിയ എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 1857 റിവോൾട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പല ഭരണപരിഷ്കാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആളുകളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു. അതും ഇവർക്കെതിരെ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ച പ്രധാന കാരണങ്ങളായിരുന്നു. ഇപ്പൊ സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം ഒക്കെ. സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? വെല്ലസ്ലി പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു സൈനിക സഖ്യത്തിൽ ഏർപ്പെടുക. ആര്? നമ്മുടെ ഈ പ്രാദേശിക രാജാക്കന്മാര് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടാം. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഈ നാട്ടുരാജാക്കന്മാര് അനുസരിക്കണം. അതെന്തൊക്കെയാ നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് എന്ത് ചെയ്യണം, രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് നിർത്തണം. ഇതിനുള്ള ചെലവ് ആര് കൊടുക്കണം? ഈ രാജാവ് തന്നെ കൊടുക്കണം. അതുപോലെ കമ്പനിയുടെ അനുമതി ഇല്ലാതെ വേറെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഈ നാട്ടുരാജാക്കന്മാർ സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ ഈ രാജാവാണെങ്കിലോ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാതെ ഒരു തീരുമാനവും നടപ്പിലാക്കാൻ പാടില്ല. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിന് എന്ത് ചെയ്യണം, രാജ്യത്ത് താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും, നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാം. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഈ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേസമയം തന്നെ ഈ നാട്ടുരാജ്യക്കന്മാർക്ക് പല എന്താ പറയാ, കുറച്ചും കൂടെ നമ്മുടെ കുറച്ചും കൂടെ നല്ല സാങ്കേതിക വിദ്യയുടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറവുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അലയൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓരോ നാട്ടുരാജ്യങ്ങൾക്കും കുറച്ചും കൂടെ ധൈര്യം കിട്ടും, മറ്റ് നാട്ടുരാജ്യക്കന്മാർ തങ്ങൾ ആക്രമിക്കില്ല എന്നുള്ള. അപ്പൊ അത് അവർ മുതലെടുക്കാണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. നാട്ടുരാജാക്കന്മാരോട് പറയാണ്, നിങ്ങൾ ആകെ പേടിച്ചിട്ട് മറ്റേ ആൾക്കാർ നിങ്ങൾ ആക്രമിക്കുമെന്നൊക്കെ പേടിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാൻ, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തരാം, ഞങ്ങൾ ഞങ്ങളുടെ സൈന്യവും സഹായവും എല്ലാം തരാം, പകരം എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഫലത്തിൽ എന്താണ്, ബ്രിട്ടീഷുകാരെന്താ അവസാനം ഇതെന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർക്ക് തന്നെ ഈ സ്ഥലം കിട്ടും, അല്ലെങ്കിൽ ഈ പ്രദേശം കിട്ടും. പിന്നെ നാട്ടുരാജാവ് വെറും എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാരുടെ ഒരു പപ്പറ്റായിട്ട് മാറും. കാരണം ഒരു തീരുമാനങ്ങളും ഈ സബ്സിഡറി അലയൻസിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുരാജ്യത്തിലെ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തീരുമാനങ്ങളും ബ്രിട്ടീഷുകാരുടെ അനുമതി ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ആദ്യം ബ്രിട്ടീഷ് നാട്ടുരാജാക്കന്മാർ ഇത് നല്ല പരിപാടിയാണല്ലോ, ഇവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയ ബാക്കിയുള്ള ആൾക്കാരെ പേടിക്കാതിരിക്കാന്നൊക്കെ. പക്ഷെ ഫലത്തിൽ അവസാനം എന്ത് ചെയ്തു, അതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് നാട്ടുരാജാക്കന്മാർ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയിട്ടുള്ളത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. എന്താണ് ഇതിൽ പറയുന്നത്? അതായത് അനന്തരാവകാശി ഇല്ലാതെ ആവുന്ന നാട്ടുരാജ്യം എന്ത് ചെയ്യും, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തോട് ചേർക്കുമെന്നാണ്. അതായത് ദത്തെടുക്കുന്ന സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു. അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നാട്ടുരാജാക്കന്മാര് അവര് എന്ത് ചെയ്യും, അനന്തരാവകാശി ആരെങ്കിലും ദത്തെടുത്തിട്ട് അവരുടെ അനന്തരാവകാശിയാക്കിയിട്ട് മാറ്റും. പക്ഷെ ഈ പരിപാടി എന്ത് ചെയ്തു, നിരോധിച്ചു. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ദത്തവകാശ നിരോധന നിയമത്തിലൂടെ. അങ്ങനെ എന്ത് ചെയ്യും, അനന്തരാവകാശി ഇല്ലാതെ രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും.
അതായത് സൈനിക സഹായ വ്യവസ്ഥയും ഇപ്പറഞ്ഞ ദത്തവകാശ നിരോധന നിയമപ്രകാരവും നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന അസംതൃപ്തിയാണ് 1857 റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് സൈനികർക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ താല്പര്യക്കുറവ് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൈനികർക്ക് നൽകിയിരുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ അവരെ വളരെ വളരെ താഴ്ന്ന രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ പിന്നെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ കടൽ കടന്നിട്ട് പോവുക എന്ന് പറയുന്നത് ഈ ബ്രാഹ്മിൻസിന് ആ സമയത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദുസിന് ആ സമയത്ത് എന്ന് വെച്ചാൽ അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ ഈ പറയുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ത്യൻ സൈനികരോട് കടൽ കടന്ന് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് പ്രശ്നമായിരുന്നു. അതുകൂടാതെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്നും കേട്ടിട്ടുള്ളത് പോലെ ബ്രിട്ടീഷുകാർ ഇറക്കിയിട്ടുള്ള ഒരു പുതിയ തിരയിൽ, അതായത് റൈഫിളിൽ നിറയ്ക്കുന്ന തിരേന്റെ പുറമെ ഒരു സാധനമുണ്ട്, ഒരു കവറിങ് ഉണ്ട്, അത് കടിച്ചു പൊട്ടിക്കണം. അപ്പം ഈ ഒരു കവറിങ് എന്ന് പറയുന്നത് ഈ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു, അങ്ങനെ തന്നെയാണോ എന്നറിയില്ല, അങ്ങനെ ഒരു പിന്നെ വാർത്ത പരക്കാണ്. അത് സ്വാഭാവികമായിട്ടും മുസ്ലിം സൈനികർക്കും അതുപോലെ തന്നെ ഹിന്ദു സൈനികർക്കും എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ട് ഉണ്ടാക്കാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് കൊടുക്കാനുള്ള ഈ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പൊടിയിൽ എല്ലിന്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് വായിക്കാം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അസംതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്യുന്നത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികരായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. അപ്പൊ മംഗൾ പാണ്ഡെ എവിടുത്തെ സൈനികനാണ്? ബരക്പൂരിലെ സൈനികനായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പൊ ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് മിക്കവാറും ഇനിയുള്ള എക്സാമിന് ചോദിക്കും. ഏതാണ്? 1857 1857 ഏപ്രിൽ 8. എപ്പോഴാണ്? 1857 ഏപ്രിൽ 8. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റ് ആയിരുന്നു. ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമില്, ഒരു +2 ലെവൽ എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: 1857 റിവോൾട്ടിലെ കലാപം ആരംഭിച്ചത് സൂററ്റിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ എക്സാമിന് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ മീററ്റ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, നമ്മൾ സൂററ്റ് അങ്ങ് ശരിയായിട്ട് കൊടുക്കുക. അങ്ങനെ കുറെ പേർക്ക് അത് നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ സൂററ്റ് അല്ല, മീററ്റാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കലാപം ആരംഭിക്കുന്നത്. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിപ്പിച്ച ഇന്ത്യക്കാരായ സൈനികർ എന്ത് ചെയ്യുന്നു? ഡൽഹിയിലെത്തി. ആ സമയത്ത് ഡൽഹിയിലെ മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പൊ ഈ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് ആ സമയത്ത് പണ്ടത്തെ മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമായ അധികാരമൊന്നുമില്ല. എന്നാലും അദ്ദേഹം വളരെ പ്രായവും ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ചെന്ന്, ഞാൻ ജസ്റ്റ് കഥയായിട്ട് പറയാം, ഇപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും. അപ്പം ബഹദൂർ ഷാ രണ്ടാമനെ ചെന്നിട്ട് കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറയാണ്, എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഞങ്ങളിങ്ങനെ കലാപം നടത്തുകയാണ്, ഈ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു? കാരണം അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തിന് ആവുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവസാനം ഈ കലാപകാരികളുടെ നിർബന്ധം സഹിക്ക വയ്യാതെ അദ്ദേഹം എന്ത് ചെയ്യാണ്? കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുക. അപ്പൊ അദ്ദേഹം കാര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ നേതൃത്വപരമായിട്ട് അദ്ദേഹത്തിന് ഒരു മൊത്തം ചക്രവർത്തിയായിട്ട് ഇവര് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുണ്ട്, കർഷകരുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്യുന്നു? കലാപത്തിൽ പങ്കെടുക്കുന്നു. മാസങ്ങൾ കൊണ്ട് പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വടിമരക്കമ്പുകൾ ജീവനോടെ തലകീഴിയായിട്ടൊക്കെ കെട്ടി തൂക്കി. ഔദിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1.5 ലക്ഷം പേരെന്താണ്? സാധാരണക്കാരാണ്.
പക്ഷേ അതുപോലെ തന്നെ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പല ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അന്നത്തെ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കലാപത്തെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു നേതൃത്വം ഇല്ല. ഈ പറയുന്ന ആശയവിനിമയത്തിന്റെ ബുദ്ധിമുട്ട്. പിന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാർ അത്രയും എന്താണ് സ്ട്രോങ് ആണ് അവരുടെ സൈനിക ശക്തിയും. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, കലാപത്തെ അടിച്ചമർത്താണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ അത്രയധികമുള്ള ഒരു പ്രതിഷേധവും എല്ലാ വിഭാഗം ജനങ്ങളുടെയൊക്കെ ഒരു പിന്തുണയും എന്തുണ്ടായിരുന്നു, ഈ 1857 റിവോൾട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 1857 റിവോൾട്ട് ഇതോട് കൂടിയിട്ട് 87 റിവോൾട്ടിന് എത്ര പ്രാധാന്യത്തോടെ കാണാൻ വേണ്ടിയിട്ട് കാരണം. നമുക്കിവിടെ പഠിക്കാനുള്ള ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞു, മംഗൾ പാണ്ഡെ തൂക്കിൽ ഏറ്റിയത് 1857 ഏപ്രിൽ 8-നാണെന്ന് പറഞ്ഞു. അതുപോലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ ഒരുപാട് ചോദ്യ പേപ്പറിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഈ ഓരോ പ്രദേശത്തും ഈ 1857 റിവോൾട്ട് പല പല പ്രദേശങ്ങളിലാണല്ലോ നടന്നത്. ഓരോ പ്രദേശത്തും നേതൃത്വം നൽകിയത് ആരാണെന്ന്. അപ്പൊ PSCക്കും അറിയാം നമ്മളിത് എത്ര പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഡൽഹിയിൽ നമുക്കറിയാം ഡൽഹിയിലെ ഭരണാധികാരി ആരാണ്, ബഹദൂർ ഷാ രണ്ടാമനാണല്ലോ, മുഗൾ ചക്രവർത്തി. അപ്പൊ അവിടെ പിന്നെ ഡൗട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ സൈനിക തലവനാണ് ആരെന്ന് പറയുന്നത്, ജനറൽ ബഗ്ത്ഖാൻ. ഓക്കെ, ബഹദൂർ ഷാ രണ്ടിന്റെ സൈനിക ജനറൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഡൽഹിയിൽ ആരൊക്കെയാണ്, ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബഗ്ത്ഖാനും. ഇത് സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചു. അവസാനം പിന്നെ കലാപം നടന്നപ്പോൾ എന്ത് ചെയ്തു, ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാട് നടത്തുകയാണ് ചെയ്യുന്നത്. ജനറൽ ബഗ്ത്ഖാൻ ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക തലവനാണ്, അല്ലെങ്കിൽ സൈനിക ജനറൽ ആണ്. അപ്പൊ ഡൽഹിയിൽ ആരൊക്കെയാണ്, ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബഗ്ത്ഖാനും. ഝാൻസി നമുക്കറിയാം റാണി ലക്ഷ്മിബായി, കാരണം കങ്കണ റണൌട്ടിന്റെ സിനിമയൊക്കെ വന്നത് കൊണ്ടൊക്കെ പിന്നെ നമുക്ക് എന്തായാലും പിന്നെ കാലങ്ങളെ നമ്മൾ കേട്ടിട്ട് നമുക്കറിയാം ഝാൻസി റാണി നമ്മൾ കേട്ടിട്ടുണ്ട്. അവള് വലിയ ഝാൻസി റാണിയാണെന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പൊതുവെ പെൺകുട്ടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവള് വലിയ ഝാൻസി റാണിയാന്നൊക്കെ പറയും കളിയാക്കിയിട്ട്. ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി ആണ്. ഇനി മാറിപ്പോകുന്നത് ഇവിടെയാണ് മിക്കപ്പോഴും മാറിപ്പോവുക ഈ കാൺപൂരും ബീഹാറിലെ ആരയുമാണ്. കാൺപൂരിലെ നാനാ സാഹിബ്, മറാത്തയിലെ ഭരണാധികാരിയാണ് നാനാ സാഹിബ്. അദ്ദേഹത്തിന്റെ സൈനിക തലവനാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഗറില്ല യുദ്ധമുറകളിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. അപ്പൊ കാൺപൂരിൽ ആരൊക്കെയാണ്, നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ സൈനിക തലവനാണ് ആര്, താന്തിയ തോപ്പി. നാനാ സാഹിബ് മറാത്തയിലെ ഭരണാധികാരിയാണ് കേട്ടോ. അപ്പൊ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്, നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ്, ഔദിലെ ഭരണാധികാരിയാണ്. അപ്പൊ ലക്നൌവിലും ഔദിലും നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആരാണ്, ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് കൻവർ സിംഗ്. അപ്പൊ ഞാൻ ഇതെപ്പോഴും ആലോചിക്കാം, രാ ഉണ്ടല്ലോ, കൺവർ എർ, അപ്പൊ ആരെയും ആ എറും കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. ബീഹാറിലെ ആരയില് കൻവർ സിംഗ് ആണ്, അദ്ദേഹം ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ്. അപ്പൊ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബഗ്ത്ഖാനും. ഝാൻസിയില് റാണി ലക്ഷ്മിബായി, കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയും, ലക്നൗ ബീഗം ഹസ്രത്ത് മഹല്, ബീഹാറിലെ ആര കൻവർ സിംഗ് ആണ്. പിന്നെ ഈ ടെക്സ്റ്റിൽ കൊടുക്കാത്തത് മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഫൈസാബാദ് ആണ്. ഫൈസാബാദിൽ 1857 റിവോൾട്ടുമായിട്ട് കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദില്. അതും കൂടെ ഇതിനൊപ്പം ഓർത്തു വെക്കാം. 1857 ഈ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നമ്മൾ പറഞ്ഞു. ഇതിന്റെ പരിമിതികൾ എന്തൊക്കെയായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന്, കലാപം ഉത്തരേന്ത്യയിലും ഏതാനും ഭാഗങ്ങളും മാത്രമായിട്ട് ഒതുങ്ങി. അതുപോലെ ഇതിനൊരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈന്യശേഷി ഉറപ്പായിട്ടും ആർക്കുണ്ടായിരുന്നു, കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. അതായത് അത്യാവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ അങ്ങനെയുള്ള ആളുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, കലാപത്തെ അനുകൂലിച്ചിട്ടില്ല. അതുപോലെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം എന്ത് ചെയ്തു, കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇനി ബ്രിട്ടീഷുകാരുടെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, ഇതിനെ സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഓക്കെ, 1857 റിവോൾട്ട് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും പക്ഷെ അതിനൊരു ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. പകരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അതുപോലെ ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു. അതിനൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഗവർണർ ജനറൽ എന്നുള്ള പദവിക്ക് പകരം വൈസ്രോയ് എന്നായിട്ട് മാറി. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക്
പ്രചോദനം ആയി. ഇനി 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സിനിമയും അതുപോലെ തന്നെ കുറച്ച് നോവലുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. മോഹൻ സിൻഹയുടെ 1857. അപ്പൊ 1857 എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? മോഹൻ സിൻഹയാണ്. ആരാണ്? മോഹൻ സിൻഹയുടേതാണ് 1857. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സിനിമയാണ് അമീർ ഖാന്റെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തത് കേതൻ മെഹ്തയാണ് കേട്ടോ. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മെഹ്തയാണ്. പിന്നെ നമ്മുടെ മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി എന്ന് പറയുന്നത് നമ്മുടെ കങ്കണ റനൌട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പം ആ സിനിമ സംവിധാനം ചെയ്തത് ക്രിഷ് ജഗലർ മുടിയാണ്. ആരാണ്? ക്രിഷ് ജഗലർ മുടിയാണ്. പിന്നെ 1857 റിവോൾട്ടിനെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട കുറച്ച് സാഹിത്യ കൃതികളുണ്ട്. ഒന്ന് മഹേശ്വത ദേവിയുടെ ജാൻസി റാണി. നമ്മുടെ ബിർസ മുണ്ട കലാപത്തെ അല്ലെങ്കിൽ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേശ്വത ദേവി ഒരു നോവൽ രചിച്ചിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? ആരണ്യ അധികാറാണ്. ഇത് 1857 റിവോൾട്ടിനെ ആസ്പദമാക്കിയിട്ട് മഹേശ്വത ദേവി രചിച്ച കൃതിയാണ് ജാൻസി റാണി. അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ 1857 റിവോൾട്ടിനെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ളതാണ് നോവലാണ് അമൃതം തേടി. ഏതാണ്? മലയാറ്റൂർ രാമകൃഷ്ണന്റേതാണ് അമൃതം തേടി. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ബാക്കിയാണ് എന്ത്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ഇപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട കലാപങ്ങളും പിന്നെ 1857 റിവോൾട്ടും ആണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. ഇനി അങ്ങോട്ട് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ INCയുടെ രൂപീകരണം, അത് കഴിഞ്ഞ് ഗാന്ധിജി വരുന്നത്, INC സമ്മേളനങ്ങൾ, പിന്നെ നമ്മുടെ നിസ്സഹകരണ സമരം, റൗലത്ത് ആക്ട് തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഈ ചാപ്റ്ററിലാണ് പറയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന്റെ PDF, അതായത് നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി വീണ്ടും വീണ്ടും ഇത് വായിക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം ഇനി വായിച്ചാൽ മതി കേട്ടോ.